ചില സീനൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തലവേദനിച്ചു എന്ന് തന്നെ പറയാം. ഇൻ്റർവെല്ലിൽ ഒരു ഫൈറ്റാണ്. ആ ഫൈറ്റ് അത്യാവശ്യം വലിയ രീതിയിൽ വലിയ ക്യാൻവാസിൽ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും പല സ്ഥലത്തും ഭയങ്കര അരോചകമായിട്ട് തന്നെയാണ് തോന്നിയേക്കുന്നത്. അതിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് ക്യാമിയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പടം തുടങ്ങുന്നത് തന്നെ ഈ ഒരു കാർഡ് കാണിച്ചുകൊണ്ടാണ്, അതായത് ഓൺലി മാഡ്നസ് നോ ലോജിക് എന്ന് പറഞ്ഞിട്ട്. ത്രൂ ആയിട്ട് അത് തന്നെയായിരുന്നു, ഒരു ലോജിക്കും ഇല്ല. ചുമ്മാ ചവർ പോലെ കുറേ സീൻസ് അവിയൽ പോലെ എഴുതി വെച്ചിട്ട് അത് നമുക്ക് പുറകിലോട്ട് ഇങ്ങനെ ഇട്ട് തരാണ്, നമ്മളതിങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ. ഫസ്റ്റിൽ ഇതിൻ്റെ സ്റ്റോറിയും കാര്യങ്ങളും നമുക്ക് വേണമെങ്കിൽ ഒരു നോർമൽ എന്ന് പറഞ്ഞാൽ ഒരു ബിലോ ആവറേജ് റിവെഞ്ച് സ്റ്റോറിയാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ത്രെഡ്. അതിലോട്ട് ഒരുപാട് ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. പറഞ്ഞതില്ല, ഗോകുലം ഗോപാലൻ, റെഡിങ് കിങ്സ്ലി മുതൽ മോഹൻലാൽ വരെ ഇതിൽ ചെറിയ ചെറിയ റോളുകൾ ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇപ്പം എല്ലാ ആളുകളും വന്ന എല്ലാ ക്യാരക്ടേഴ്സും ഓവർ ദ ടോപ്പാണ്. അത് പിന്നെ സിനിമയുടെ ഒരു ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ആയതുകൊണ്ട് അത് ഓക്കെ എന്ന് നോക്കി. അതുപോലെ ആക്ഷൻ സീൻസിലായാലും എല്ലാത്തിലും പെർഫോമൻസിലായാലും എല്ലാത്തിലും ആ ഒരു ഓവർ ദ ടോപ്പ് പരിപാടി ഉണ്ട്. ഒരു പരിധി വരെ നമുക്കത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ ബിലോ ആവറേജിൽ പോയി ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫിലോട്ട് കടക്കുമ്പോൾ അവിടെ മോഹൻലാലിൻ്റെ ഒരു ക്യാമിയോ അപ്പിയറൻസ് വരികയാണ്. അപ്പോഴാണ് സിനിമ കുറച്ചുകൂടി ഒന്ന് അപ്ലിഫ്റ്റ് ആവുന്നത്. കുറച്ച് നമുക്കിങ്ങനെ സ്ക്രീനിലോട്ട് നോക്കാനൊക്കെ ആയിട്ട് തോന്നുന്നത് അപ്പോഴാണ്. അതുവരെയൊക്കെ ഭയങ്കര ശോകമുഖം തന്നെയായിരുന്നു. പിന്നീട് അങ്ങോട്ട് പുള്ളിയുടെ ഇൻട്രോയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. ആ സമയത്ത് ഗോപി സുന്ദറിൻ്റെ BGM എടുത്തിട്ടുണ്ട്. പുള്ളി കുറേ കാര്യങ്ങൾക്ക് ശേഷം മലയാളത്തിലോട്ട് വന്നിട്ട് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ത്രൂ ഔട്ട് സിനിമയിൽ കുറേ സീനിലൊക്കെ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്തിട്ടുണ്ട്. ബാക്കി പാട്ടും കാര്യങ്ങളൊക്കെ ഷാൻഡ്രമാരുടെ പാട്ടും കാര്യങ്ങളൊക്കെ അത്യാവശ്യം മിഡായിരുന്നു തന്നെ പറയാം. പക്ഷേ മോഹൻലാലിൻ്റെയും ഇൻട്രോ കഴിഞ്ഞതിന് ശേഷം പിന്നീട് അങ്ങോട്ട് വലിയ രസമായിട്ട് പേഴ്സണലി തോന്നിയില്ല. പക്ഷേ ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ പേഴ്സണലി ഈ ഒരു സംഭവങ്ങളൊന്നും അങ്ങനെ വലിയ സാറ്റിസ്ഫൈഡ് തോന്നിയില്ല. പിന്നീട് അങ്ങോട്ട് ക്ലൈമാക്സ് വരെ എങ്ങനെയൊക്കെയോ സിനിമ എത്തി. അതിൻ്റെ ഇടയിൽ കുറച്ച് ഇമോഷണൽ പരിപാടികളൊക്കെ ഉണ്ട്. അതൊന്നും വലിയ കാര്യമായിട്ട് വർക്കായില്ല. അങ്ങനെ ക്ലൈമാക്സിലോട്ട് തന്നെ വലിയൊരു കോലാഹലം. വീണ്ടും മോഹൻലാലിൻ്റെ ഒരു സെക്കൻഡ് ഇൻട്രോയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും അത്യാവശ്യം കൊള്ളായിരുന്നു. പിന്നെ ആ ഫൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളായിരുന്നു. എനിവേ ഇത് ത്രൂ ഔട്ട് ഈ സിനിമ നോക്കുമ്പോൾ ഇതിങ്ങനെ ലോജിക്കൊന്നും നോക്കരുത്. ഇത് കംപ്ലീറ്റ് സ്പൂഫ്, കുറേ റെഫറൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ കുത്തി നിറച്ചൊരു സിനിമയാണ്. ലോജിക്കൊന്നും നോക്കാതെ നിങ്ങൾ വന്ന് കാണണമെന്നാണ് സിനിമ പറയുന്നത്. ലോജിക്ക് നോക്കാതെ നമുക്കൊരു പരിധി വരെ കണ്ടിരിക്കാമെങ്കിൽ പോലും ഈ ഒരു മാഷപ്പ് പരിപാടി എത്രത്തോളം നമുക്ക് തന്നെ തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റും. ചില സമയത്തൊക്കെ തലവേദനിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പേഴ്സണലി ഒട്ടും സാറ്റിസ്ഫൈ ആയില്ല. ഒരു ബിലോ ആവറേജ് സിനിമയായിട്ടാണ് തോന്നിയത്. എന്തായാലും ഒരു പാക്കഡ് തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫാൻ ബോയ് മൊമെൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം. അതുകൊണ്ട് തന്നെ ഒരു എല്ലാവർക്കും ഈ സിനിമ ഇഷ്ടപ്പെടണം, അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാതിരിക്കണമെന്ന് നിർബന്ധമില്ല. നോട്ട് എവരിവൺസ് കപ്പ് ഓഫ് ടീ തന്നെയാണ് ഈ സിനിമ. അതുകൊണ്ട് ഈ സിനിമയ്ക്ക് ഒരു സമ്മിശ്ര പ്രതികരണത്തെക്കാളും കൂടുതൽ ഒന്നെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കുക. അങ്ങനെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള രണ്ട് അഭിപ്രായങ്ങൾ വരാനാണ് ചാൻസ്. എന്തായാലും താല്പര്യമുള്ളവർ പോയി കണ്ടു നോക്കുക. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും പറയുക.